മലക്കപ്പാറയിൽ കൊക്കയിലേക്ക് വീണ് അറേക്കാപ്പ് കോളനി നിവാസിക്ക് പരിക്കേറ്റു. രവി ചെല്ലപ്പനാണ് അപകടത്തിൽപ്പെട്ടത്. 5 കിലോമീറ്റർ കാനന പാതയിലൂടെ വേണം അരേക്കാപ്പിലേക്ക് നമുക്കെത്താൻ. പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കറണ്ട് വന്നല്ലോ. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, താങ്കൾ അവിടെ പണ്ടുപോയി നമ്മളൊരു ക്യാമ്പയിനൊക്കെ നടത്തിയ സ്ഥലമാണല്ലോ അത്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത്? എസ്കെൻ, ആദ്യമായി അരേക്കാപ്പ് കോളനിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരേ ഒരു മാധ്യമ സംഘം എന്ന് പറയുന്നത് 24-ന്റെ മാധ്യമ സംഘമാണ്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന ഒരു കോളനി കൂടിയുണ്ട്, വീരാൻകുടി. ഈ വീരാൻകുടിയിലേക്കും അരേക്കാപ്പിലേക്കും ഇറങ്ങിച്ചെന്ന ആളുകൾ നമ്മളാണ്. വീരാൻകുടിയിലേക്ക് ഇന്നും ഒരു മാധ്യമ സംഘവും ഇറങ്ങിച്ചെന്നിട്ടില്ല. ഈ വഴി എന്ന് പറയുന്നത് ഈ മലക്കപ്പാറയിലെ പ്രധാന പാതയിൽ നിന്ന് 5 കിലോമീറ്റർ കാനന പാതയായി താണ്ടേണ്ട ഒരു ഇടമാണ്. 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ഉൾപ്പെടെ സഞ്ചരിച്ച പാതയാണിത്. അതായത് റെയിലിൻ്റെ മാതൃകയിൽ ഉള്ള ഇരുമ്പ് പാലം ഇട്ടിട്ട് വേണം ഇവർക്ക് ഇതിലൂടെ നടക്കാൻ. അങ്ങനെ ഈ കൊക്കയ്ക്ക് മുകളിലൂടെ ഈ ഇരുമ്പ് റെയിൽ പാളത്തിലൂടെ നടക്കുന്നതിനിടയിലാണ് ഈ രവി ചെല്ലപ്പൻ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് 5:30 അപകടം. പിന്നീട് രവി ചെല്ലപ്പൻ ഈ കൊക്കയിലേക്ക് വീഴുന്നു. കൊക്കയിൽ വീണ് ഏറെ ദൂരം ഉരുണ്ട് താഴേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത്. രവി ചെല്ലപ്പൻ്റെ തലയ്ക്ക് പുറകിലടക്കം ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നടുവിലടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ നാട്ടുകാർ തന്നെയാണ് ഈ വിവരം ആദ്യഘട്ടത്തിൽ ഈ കോളനി നിവാസികൾ അറിയിക്കുന്നത്. അവർ അവിടെ നിന്ന് എത്തിയാണ് ഈ രവി ചെല്ലപ്പനെ ഈ കൊക്കയിൽ നിന്ന് എടുത്ത് പിന്നീട് കുറച്ച് ദൂരം എത്തുന്ന സമയത്താണ് ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കം എത്തുന്നത്. 7:45 രവി ചെല്ലപ്പനെ ഈ മലക്കപ്പാറയിലെ പ്രധാന റോഡിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നീട് ഈ രവി ചെല്ലപ്പനെ 7:45 മലക്കപ്പാറയിലെ പ്രധാന പാതയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഈ ടാറ്റയുടെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ രവി ചെല്ലപ്പനെ നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസ് നിലവിൽ മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഇവർക്ക് അവിടെ എത്താൻ. പ്രധാനമായും ഈ അരേക്കാപ്പ് കോളനിയെ സംബന്ധിച്ച് അങ്ങോട്ടേക്ക് ഈ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നേരത്തെയും വന്നതാണ്. പക്ഷേ ഈ റോഡ് ഉൾപ്പെടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു പാമ്പുകടി ഏറ്റാൽ പോലും വലിയ ദുരവസ്ഥയാണ് ഈ കോളനിയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ അപകടത്തിൽപ്പെട്ട ആളെ പോലും എത്തിക്കുന്നതിന് തണ്ടിൽ ചുവന്ന ഈ 1.5 കിലോമീറ്റർ അധികം ചുവന്നാണ് ഇവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രവി ചെല്ലപ്പൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രവിയെ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും. ആംബുലൻസ് മലക്കപ്പാറയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ സൂരജ് സജി, താങ്ക് യു. എന്തായാലും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്.